സ്കൂളിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയിൽ KDL ലൈവിൽ നിന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു മാതൃകാ ചോദ്യമാണ് ഇവിടെ ഉള്ളത്. ഇത് വായിച്ചു നോക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഫ്രീഡം ഫസ്റ്റ് 1, ഫ്രീഡം ഫസ്റ്റ് 2, ഫ്രീഡം ഫസ്റ്റ് 3 ഇങ്ങനെ 3 വീഡിയോകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ വീഡിയോകൾ ഉപയോഗപ്പെടുത്തി അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഫയൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഉള്ള ഒരു ചെറിയ 20 സെക്കൻഡുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ നിർമ്മിക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാൻ സാധിക്കും. നമ്മൾ KDL ലൈവ് തുറക്കുന്നതിനായി ആപ്ലിക്കേഷൻ സൗണ്ട് ആൻഡ് വീഡിയോ KDL ലൈവ് 20. നമുക്കിതിൽ ആകെ ചെയ്യാനുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള 3 വീഡിയോ ഫയലുകൾ, ക്ലിപ്പുകൾ നമ്മൾ ആദ്യം ഈ നമ്മുടെ ബിന്നിലേക്ക് കൊണ്ടുവരണം. അതുപോലെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള ആ ഓഡിയോ ഫയലും കൊണ്ടുവരണം. പിന്നെ ഉള്ളത് ഒരു ടൈറ്റിൽ ക്ലിപ്പ് നിർമ്മിക്കണം. അതും നമ്മുടെ ടൈം ലൈനിലേക്ക് കൊണ്ടുവരണം. പിന്നെ അധികമുള്ള ഓഡിയോ ഫയൽ കുറച്ച് വലിയ 37 സെക്കൻഡോളമുള്ള ഫയലാണ്. അത് 20 സെക്കൻഡാക്കി കട്ട് ചെയ്ത് ഒഴിവാക്കാം. വീഡിയോ ക്ലിപ്പും കുറഞ്ഞ ഭാഗങ്ങൾ വേണമെങ്കിൽ 20 സെക്കൻഡ് ആക്കുന്നതിന് വേണ്ടി നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇത്രേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഫയലുകൾ ബിന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതിന് ആഡ് ക്ലിപ്പ് ഓർ ഫോൾഡർ എന്നുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. നമ്മുടെ ഫയൽ എവിടെയാണ് ഉള്ളത് എന്ന് നമുക്കറിയണം. ഇപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഹോമിലുള്ള ഇതിൽ മോഡൽ എക്സാം ഡോക്യുമെൻസിനകത്ത് കൂൾ ഡോക്യുമെൻസിലാണ് ഇതുള്ളത്. പരീക്ഷയ്ക്ക് എവിടെയാണുള്ളതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കി ചെയ്താൽ മതി. ഞാൻ ഈ 4 ഫ്രീഡം ഫസ്റ്റ് 1, ഫ്രീഡം ഫസ്റ്റ് 2, ഫ്രീഡം ഫസ്റ്റ് 3, BG ഓഡിയോ ഈ 4 ഒന്നിച്ച് സെലക്ട് ചെയ്തു. ഓക്കെ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ ഇതിൽ എല്ലാം 4 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ട്രാക്കിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ടൈറ്റിൽ ഉണ്ടാക്കാം. ആദ്യം തുടക്കത്തിൽ ടൈറ്റിൽ ക്ലിപ്പായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിനു വേണ്ടി പ്രൊജക്റ്റിൽ ആഡ് ടൈറ്റിൽ ക്ലിപ്പ് എന്നത് ക്ലിക്ക് ചെയ്യുക. ഇവിടെയാണ് നമ്മൾ ടൈറ്റിൽ ടൈപ്പ് ചെയ്യേണ്ടത്. ഫ്രീഡം ഫെസ്റ്റ് 2023 എന്നാണ് ടൈപ്പ് ചെയ്യേണ്ടത്. സാധാരണ പോലെ ടൈപ്പ് ചെയ്താൽ നമുക്കിത് സെൻറ്ററിലേക്ക് മൂവ് ചെയ്യിക്കാൻ പറ്റും. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മൂവ് ചെയ്യിക്കാം. അതുപോലെ ബാക്കി ടെക്സ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ സൈസ് കൂട്ടുകയൊക്കെ ചെയ്യാൻ പറ്റും. മറ്റൊന്ന് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ പറ്റും. ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതിന് ബാക്ക്ഗ്രൗണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഈ ഇപ്പോൾ നിലവിൽ ബ്ലാക്ക് കളറാണ്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു കളർ കൊടുക്കാൻ പറ്റും. ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് വരുമ്പോൾ മുഴുവനായിട്ട് വരും. ദെൻ ക്രിയേറ്റ് ടൈറ്റിൽ എന്ന് കൊടുക്കാം. ഇപ്പോൾ ഫ്രീഡം ഫെസ്റ്റ് എന്ന ടൈറ്റിൽ ക്ലിപ്പ് ഇവിടെ വന്നു കഴിഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് ആദ്യം നമ്മൾ കൊണ്ടുവന്ന് വെച്ചതൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾ ഓരോന്നായിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. ഫ്രീഡം ഫെസ്റ്റ് എന്ന ടൈറ്റിൽ ക്ലിപ്പ് കൊണ്ടുവന്നിട്ടു. ഇതിൻ്റെ ഒരു 5 സെക്കൻഡ് സമയം ഇതിനു വേണ്ടി ഉണ്ട്. സമയം കാണിക്കാം. നമുക്ക് ഇനി ഓരോന്നായിട്ട് ട്രാക്കിലേക്ക് കൊണ്ടുവന്നിടാം. BG ഓഡിയോ A1ലേക്ക് കൊണ്ടുവന്നിട്ടു. ഫ്രീഡം ഫസ്റ്റ് 1 കൊണ്ടുവന്നിട്ടു. ഫ്രീഡം ഫസ്റ്റ് 2, അതുപോലെ ഫ്രീഡം ഫസ്റ്റ് 3. ഇപ്പോൾ ഇത് എത്ര സമയമുണ്ടെന്ന് ഇവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയും. നമുക്ക് ജസ്റ്റ് പ്രൊജക്റ്റ് മോണിറ്ററിൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇവിടെ 24 സെക്കൻഡ് ഉണ്ട് ഈ വീഡിയോ കഴിയുമ്പോൾ. ഓഡിയോ 37 ഉണ്ട്. ഇവിടെ കുറച്ച് ഭാഗങ്ങൾ കട്ട് ചെയ്യാം. ഏതെങ്കിലും വീഡിയോയുടെ ചെറിയ ഭാഗങ്ങൾ വേണമെങ്കിൽ കട്ട് ചെയ്യാം. അതിനുവേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയുടെ അവസാനം കുറച്ച് ഈ റേസർ ടൂള് ക്ലിക്ക് ചെയ്യുന്നു. അവിടെ ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ അത് 2 ആയിട്ടുണ്ടാവും. 1 ഡിലീറ്റ് ചെയ്യാം. അതിന് സെലക്ഷൻ ടൂൾ എടുക്കുക. ഇതാണ് സെലക്ഷൻ ടൂള്. ഇത് ക്ലിക്ക് ചെയ്തിട്ട് ഏതിലാണോ കളയേണ്ടത് അത് ക്ലിക്ക് ചെയ്യുന്നു. ഡിലീറ്റ് അടിക്കും. ഇപ്പോൾ രണ്ടാമത്തെ വീഡിയോയുടെ ഒരു കുറഞ്ഞ ഭാഗം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി മൂന്നാമത്തെ വീഡിയോ അതുപോലെ നമുക്ക് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി
റേസർ ടൂൾ എടുത്തു, കുറഞ്ഞ ഭാഗം ക്ലിക്ക് ചെയ്തു, അത് ഡിലീറ്റ് ചെയ്തു. ഇനി ഇത് സെലക്ഷൻ ടൂൾ എടുത്തിട്ട് ഇത് ഒന്നിച്ച് വെക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ ഈ ട്രാക്ക് ഇവിടെ ഒന്ന് നോക്കിയാൽ അറിയാം, ലാസ്റ്റ് 19.18 19.21. അപ്പോൾ 20-ൽ കുറവാണ്, പരമാവധി 20 പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതത്രയായി. ഇനി നമുക്ക് അതുപോലെ തന്നെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. Freedom Fest 2023. ഈ ഫ്രീഡം ഫെസ്റ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് എടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റേസർ ടൂള് ക്ലിക്ക് ചെയ്യുന്നു, ഈ ഭാഗം ഇവിടെയാണ് കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് രണ്ടായി. ഇനി നമ്മൾ ഈ ആദ്യത്തെ ഭാഗം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി Freedom Fest 2023. ഇനി നമുക്ക് ഇവിടെ അവസാനത്തിൽ ഈ വീഡിയോ കഴിയുന്ന അവിടെ സൗണ്ട് കട്ട് ചെയ്യാം, അത് ഡിലീറ്റ് ചെയ്യാം. ഇപ്പോൾ 20 സെക്കൻഡിൽ താഴെയുള്ള ഓഡിയോയും വീഡിയോകളുമായി നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഏകദേശം ചോദ്യത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനി നമുക്കിത് സേവ് ചെയ്യാം. പ്രൊജക്റ്റ് ഫയൽ സേവ് ചെയ്യുന്നതിനായി ഫയലിൽ സേവ് എന്ന് കൊടുക്കുന്നു. ഇവിടെ രജിസ്റ്റർ നമ്പർ _ ഫ്രീഡം ഫെസ്റ്റ് അങ്ങനെ പേരിൽ നമ്മൾ എവിടെയാണ് സേവ് ചെയ്യുന്നുള്ളത് പ്രധാനമുണ്ട്. അപ്പോൾ ഇവിടെ ഹോം കൈറ്റ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അത് ക്ലിക്ക് ചെയ്യുന്നിട്ട് നമ്മുടെ ഫോൾഡർ ഇവിടെ കാണും. ആ ഫോൾഡറിനകത്താണ് നമ്മൾ സേവ് ചെയ്യേണ്ടത്. സേവ്. ഇനി നമുക്ക് അതേ പേരിൽ MP4 ഫയലായി ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. അതിനുവേണ്ടി പ്രൊജക്റ്റിൽ റെൻഡർ എന്നോ അല്ലെങ്കിൽ ഈ റെൻഡർ ഐക്കണോ ക്ലിക്ക് ചെയ്യാം. റെൻഡർ. അതിനുശേഷം ഇവിടെ ഔട്ട്പുട്ട് ഫയൽ എന്നുള്ളിടത്ത് നമ്മുടെ ഫോൾഡർ നമ്മൾ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഹോമിനകത്ത് നമ്മുടെ രജിസ്റ്റർ നമ്പറുള്ള ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യണം. അവിടെയാണ് നമ്മൾ ഈ പേരിൽ സേവ് ചെയ്യേണ്ടത്. സേവ് എന്ന് ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം MP4 എന്ന് ക്ലിക്ക് ചെയ്യുന്നു. റെൻഡ് ടു ഫയൽ എന്ന് ക്ലിക്ക് ചെയ്യാം. കുറച്ച് സമയമെടുക്കും റെൻഡ് ചെയ്ത് വരാൻ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫോൾഡറിൽ MP4 ഫയൽ റെഡി ആയിട്ടുണ്ടാവും. ഹോമിനകത്ത് ഞാൻ ചെയ്ത ഫോൾഡർ ഇതായിരുന്നു. ഇതാണ് ഇപ്പോൾ നമ്മൾ ചെയ്ത MP4 ഫയൽ. KDLiveലെ പ്രൊജക്റ്റ് ഫയൽ ഇതുമാണ്. നമുക്കിത് Freedom Fest 2023. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് KDLiveലെ ഒരു വർക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം നിലവിൽ തന്നിട്ടുള്ള ചെറിയ ക്ലിപ്പുകൾ ഉപയോഗിച്ചിട്ടുകൊണ്ട് ചെറിയ ഒരു വീഡിയോ നിർമ്മിക്കാനായിരിക്കും പരീക്ഷയ്ക്കുണ്ടാവും. അപ്പോൾ ജസ്റ്റ് വീഡിയോ കട്ട് ചെയ്യുന്നത്, നമ്മുടെ ട്രാക്കിലേക്ക് കൊണ്ടുവന്നിടുന്നത്, ടൈറ്റിൽ ക്ലിപ്പ് ഉണ്ടാക്കുന്നത്, ഇത് പഠിച്ചു വെച്ചാൽ നമുക്ക് വീഡിയോ എഡിറ്റിങ് വളരെ നന്നായി ചെയ്യാൻ സാധിക്കും.